रुपया भाव बाबू। एक पीस के जय श्री राम। അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കാശി വിശ്വനാഥ് ടെമ്പിളിൽ പോവാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ബോട്ടിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ബോട്ടിലിരുന്നിട്ടുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ രാവിലെ പോയാലേ ഇതൊക്കെ നടക്കത്തുള്ളൂ. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. സോ ഗൈസ്, നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അയ്യോ, 5 മണി 5:30 ആയി. ഇതാണ് കാശി വിശ്വനാഥ ടെമ്പിൾ. ആക്ച്വലി അവിടേക്ക് നമുക്ക് ഫോൺ അലൗഡ് അല്ല. ഇന്നലെ നമ്മൾ പോയി തൊഴുതു, ഇന്ന് നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ പുഷ്പയുടെ ചായക്കട. അപ്പോൾ ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് മട്ക ചായയാണ്. സോ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ കുപ്പിവള വാങ്ങാൻ പോയി. എനിക്ക് കുറച്ച് കുപ്പിവള പ്രാന്തുള്ളത് കൊണ്ട് കുപ്പിവളയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ബോട്ടിങ്ങിന് പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ പോവാണ്. അപ്പോൾ ഇവിടെ പല കൈൻഡ് ഓഫ് ബോട്ടിംഗ് ഉണ്ട്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടിയിട്ട് ബോട്ടിൽ പോകും. അതല്ല, നമുക്ക് പ്രൈവറ്റായിട്ട് ബോട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ നല്ല റേറ്റാണ് അതിനൊക്കെ. അപ്പോൾ അത്യാവശ്യം എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ടൊക്കെ ഒരാളെ ചൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഫോട്ടോസ് എടുക്കാൻ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാൻ ഏറ്റവും ബെറ്റർ രാവിലെയാണ് കേട്ടോ. രാവിലെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫോഗും പിന്നെ ആ ഒരു വാരണാസിയുടെ മൊത്തത്തിലുള്ള ഭംഗിയും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് ബോട്ടിൽ പോകുമ്പോഴാണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ ഘട്ടുകളും നമുക്ക് കാണാൻ പറ്റുന്നത്. ബാജിറാവ് ഘട്ട്, ലാൽ ഘട്ട്, പഞ്ചഗംഗ ഘട്ട്, അസി ഘട്ട്, നമോ ഘട്ട്, മണികർണിയ ഘട്ട്, അങ്ങനെ ഒരുപാട് ഘട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിങ്ങിന് പോയാൽ മാത്രമേ നമുക്ക് വാരണാസിയുടെ മൊത്തത്തിലുള്ള ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. हमें भी यहाँ ना आ सकते हैं ना? हाँ हाँ, सात मुखी एक पीस का 400 रुपया भाव बाबू। एक पीस के 400 रुपया का निकल जाएगा तो अपना निकल जाए जो निकल. ഇത് പഞ്ചമുഖി രുദ്രാക്ഷമാണ് കേട്ടോ. ഒറിജിനൽ രുദ്രാക്ഷം അപ്പം തന്നെ ആ ഫ്രൂട്ടിൽ നിന്ന് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്ത് തരും. വാരണാസിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അഘോരികളെ കാണാൻ പറ്റും. വെളുപ്പിന് 2 മണിക്കും 3 മണിക്കും ആണ് മെയിനായിട്ട് കുറേ അഘോരികളെ നമുക്ക് ഒരു ഘട്ടിൽ കാണാൻ പറ്റും. പക്ഷേ ആ ഘട്ടിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇവർ ഭസ്മം ഇട്ട് തരും. ആ ഭസ്മത്തിനാണെങ്കിൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബനാറസിലാണ് ആൻഡ് കുബേർ സിൽക്ക് ഫാക്ടറിയിലാണ് എത്തിയിരിക്കുന്നത്. 100 വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു ഷോപ്പിനും. പിന്നെ ഇവർക്ക് സ്വന്തമായിട്ട് യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒറിജിനൽ ബനാറസ് സാരി വാങ്ങാനാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇവരുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോയതെങ്കിലും എനിക്ക് കിട്ടിയ ഒരു അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സാരീസിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ലെറ്റ്സ് ഗോ ഫോർ എ നൈറ്റ് ഷോപ്പിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഗംഗാരതി കാണാൻ പോകുവാണ്. ഗംഗാരതി കാണാൻ പോകുന്ന വഴിയാണിത്. ആൻഡ് അപ്പുറത്തും ഇപ്പുറത്തും മൊത്തം കടകളാണ് കേട്ടോ. എന്ത് സാധനം വാങ്ങണമെന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ.
എല്ലാ സാധനത്തിൻ്റെയും കടകൾ അപ്പുറത്തും ഇപ്പുറത്തും 2 സൈഡിലായിട്ടുണ്ട്. ആൻഡ് ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ. ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗംഗാരതി മൊത്തത്തിൽ കാണാൻ പറ്റിയില്ല, കുറച്ച് ലേറ്റായി പോയായിരുന്നു ഇറങ്ങിയപ്പോൾ. ഇന്നിപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണണം. അപ്പോൾ ഇതാ ഗംഗാരതി കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ഈ ഇരിക്കുന്നത് ഫുള്ള്. जय श्री राम, जय श्री राम, जय श्री राम, एक ही नारा एक ही नाम, ओम जय गंगे माता मैया, जय गंगे माता मैया, तू ही सुखदाता मैया, तू ही सुखदाता। भगवती गंगे त्रिभुवन तारिणी, त्रिभुवन ब्रह्माटमन ഇന്ന് നമ്മൾ വാരണാസിയിലെ ലാസ്റ്റ് ഡേ ആണ്. പോയിട്ട് സൂര്യയുടെ സാധനം കാണിക്കാൻ വയ്യായിരുന്നു. സോ ഗൈസ്, ഇന്ന് നമ്മൾ വാരണാസിയിലെ ലാസ്റ്റ് ഡേ ആണ്. അമ്പലത്തിലേക്ക് പോവാണ്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. രുദ്രാക്ഷം കാണിച്ചു. कितना लेंगे? राज्ञां पर्वतस्य मानस्य ब्रह्मणो द्वितीया ഹേ ഗൈസ്, അങ്ങനെ വാരണാസിയിലെ 4 days നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഇന്ന് നമ്മൾ തിരിച്ച് ആഗ്രയിലേക്ക് പോകാൻ പോവാണ്. ആൻഡ് 3 o'clock വന്ദേ ഭാരതിനാണ് പോകുന്നത്. ഐ തിങ്ക് ഒരു 8 to 9 hours ട്രാവലിംഗ് ഉണ്ട്. സോ നാളെ നമുക്ക് ആഗ്രയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ മറക്കാനാവാത്ത 4 ദിവസങ്ങൾ വാരണാസി എനിക്ക് സമ്മാനിച്ചു. ആൻഡ് ഐ എം സോ ഹാപ്പി. എന്തോ ഒരു മൈൻഡൊക്കെ ഭയങ്കര റിഫ്രഷ് ആയ പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി
അടുത്ത വ്ലോഗിൽ അടുത്ത സ്ഥലം